ഡൈസിറെ. രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ സിനിമയാണ് ഡൈസിറെ. ബ്രഹ്മയുഗം പോലൊരു സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും പേടിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ്. ഇതൊരു ഡാർക്ക് ഹൊറർ പടമാണ്. ഏലിയൻസ്, പ്രേതം, ചാത്തൻ, ദൈപ്പോ സാത്താനും ഭയങ്കര പരിപാടിയാണ്. ഈ പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ടൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു വേറെ മാതിരി പേടിപ്പിക്കൽ. ഈ ഡൈസർ എന്ന് പറയുന്നത് ഒരു ലത്തീൻ വേർഡ് ആണ്. ഈ ആംഗ്രി ഡേ, ജഡ്ജ്മെന്റ് ഡേ എന്നൊക്കെ ഇതിന് അർത്ഥം വരുന്നുണ്ട്. ഇത് സാത്താൻ സേവ, ബ്ലാക്ക് മാജിക് ഇതിനൊക്കെ ബേസ് ചെയ്ത് വരുന്ന ഒരു കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പടമാണ് ഇതെന്ന് ഓൾറെഡി ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഇപ്പോ പടത്തിന്റെ പുതിയ പോസ്റ്റർ കൂടി വന്നപ്പോഴേക്കും കാര്യം ഏകദേശം ഉറപ്പായി. ട്രാക്ക് അങ്ങോട്ട് തന്നെയാണ്. പോസ്റ്ററിൽ ഒരു ബാപ്പോമെട്രിയൊക്കെ കാണാം. അതായത് മറ്റേ സാധനം സാത്താൻ, ബ്ലാക്ക് മാജിക്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് കണ്ടിട്ട് കഥാപശ്ചാത്തലം ഇച്ചിരി വലുതാണെങ്കിൽ ഇല്ലൂമിനാറ്റി വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രോസസ്സ് തന്നെ ഭയങ്കരമാണ്. ഒരു മാസം എടുത്ത ഈ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് തീർത്തേ. ഇത്രയും ചെറിയ പീരീഡിൽ ഷൂട്ട് ചെയ്ത് ഈ പടത്തിന്റെ ഹൊറർ സീൻസിന് വേണ്ടിയുള്ള VFX ഉൾപ്പെടെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നത് കണ്ടിന്യൂസ് 5 മാസമാണ്. എന്തായാലും ഒരു കിളി വർത്തുന്ന പടമായിരിക്കും. ഈ പോസ്റ്ററൊക്കെ വന്നിട്ട് കുറച്ചാളായി. ഈ പടത്തിനെ പറ്റി ഒന്ന് പറയണം തോന്നി, അതാ പറഞ്ഞത്. AA22 അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ആഡ്ലി ഡയറക്ട് ചെയ്യുന്ന AA22. വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന പാൻ വേൾഡ് പടമാണ് ഈ പടം. 700 കോടിയാണ് പടത്തിന്റെ ബഡ്ജറ്റ്. ഇതൊരു ഏകദേശ കണക്കാണ്, എന്തായാലും ഇതിലും കൂടും. വിൽസ്മിത്ത് ഒക്കെയാണ് പടത്തിൽ വില്ലനായി വരുന്നതെന്നൊക്കെ സ്ട്രോങ് റൂമർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് കുറെ കയറും. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. AA22 എന്ന ഈ പടം 3 പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. ഈ 3 പീരീഡിലായി 4 വേഷങ്ങളിൽ മൾട്ടിപ്പിൾ റോളിലാണ് അല്ലു അർജുൻ എത്താൻ പോകുന്നത്. ഒന്ന് അപ്പൂപ്പൻ, പിന്നെ ഒന്ന് അച്ഛൻ, പിന്നെ 2 മക്കള്, അതും ട്വിൻ ബ്രദേഴ്സ്. അങ്ങനെ മൊത്തം 4 റോളിലാണ് അല്ലു അർജുൻ ഈ പടത്തിൽ വരാൻ പോകുന്നത്. ആഡ്ലി പടത്തിൽ ഇതൊക്കെ ഒരുതരം നേർച്ചയാ, വാട്ടർമാർക്കാ. പക്ഷെ നന്നായിട്ട് പടം എടുക്കാൻ അറിയാവുന്ന ഒറ്റ കാരണം കൊണ്ട് വലിയ ഊക്ക് ഇടാതെ തോന്നുന്നു. പാൻ വേൾഡ് കൺസെപ്റ്റ്, 4 അല്ലു അർജുൻ, 4 ഹീറോയിൻ, ആഡ്ലി ഡയറക്ഷൻ. പിന്നെന്ത് വേണം? ബാ ബാ ബാ. മലയാളത്തിൽ അടുത്തതായിട്ട് ഹൈ എക്സ്പെക്ടേഷനിൽ വരാൻ പോകുന്ന ദിലീപ് സിനിമയാണ് ബാ ബാ ബാ. സെപ്റ്റംബറിലാണ് പടം വേൾഡ് വൈഡായി റിലീസ് ആവുന്നത്. ബാഹുബ സിനിമയ്ക്ക് എല്ലാവരും ഇത്ര കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ദിലീപേട്ടനെ വീണ്ടും പ്രൈമിലേക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, ദിലീപ് മോഹൻലാൽ ഈ ഒരു കോംബോയ്ക്ക് വേണ്ടിയാണ്. ഈ പടത്തെ കുറച്ചുകൂടെ ഹൈ ആക്കുന്നത് ലാലേട്ടന്റെ പ്രസൻസ് ആണ്. ആ ഒരു പ്രസൻസിന് വേണ്ടിയാണ് അവർ ഈ പടം ഇതുവരെ ഹോൾഡ് ചെയ്തത്. അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചു. ബാബാബായിൽ ലാലേട്ടൻ ഇന്നലെ ജോയിൻ ചെയ്തു. ഇന്നു മുതൽ ലാലേട്ടനും ദിലീപേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകൾ ഷൂട്ട് ആരംഭിച്ചു. ഐറ്റം സോങ് ഒക്കെ ഉണ്ട്. ഷൂട്ടിംഗ് സ്പോട്ട് ഒക്കെ ഭയങ്കര ഹൈ സെക്യൂരിറ്റിയിലാണ്. ഒരുത്തനെ കയറ്റി കൊടുത്തില്ല. അതുകൊണ്ട് ഒരു സ്റ്റില്ല് പോലും പ്രതീക്ഷിക്കണ്ട. AK-65 തല അജിത്തിന്റെ 65ാമത്തെ പടവും ഇപ്പോ കൺഫേം ആയി. പടം ഡയറക്ട് ചെയ്യുന്നത് കാർത്തിക് സുബ്ബരാജ് ആണ്. പടത്തിന്റെ മ്യൂസിക് അനിരുദ്ധ് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാഹുബലി ദ എപ്പിക്. ബാഹുബലി ഇന്ത്യൻ സിനിമയ്ക്ക് എന്താണെന്നും എങ്ങനെയാണെന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു ബെഞ്ച് മാർക്ക് ആയിരുന്നു ബാഹുബലി. ഇന്ത്യൻ സിനിമയെ ബാഹുബലിക്ക് മുമ്പെന്നും ബാഹുബലിക്ക് ശേഷമെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ബാഹുബലിക്ക് ശേഷം ഇപ്പോ വരെ വന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് ബാഹുബലി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമകളുടെ ഒരു ബേസിക് സ്ട്രക്ചർ തന്നെ മാറ്റിമറിച്ച അല്ലെങ്കിൽ പുതിയ കുറെ ട്രെൻഡിന് തുടക്കമൊരു പടമായിരുന്നു ബാഹുബലി. ആദ്യം പാൻ ഇന്ത്യൻ. ബാഹുബലിക്ക് ശേഷമാണ് ഈ പാൻ ഇന്ത്യൻ റിലീസ് ഒരു ട്രെൻഡായി മാറിയത്. ബ്രഹ്മാണ്ഡ സിനിമയാണോ പാൻ ഇന്ത്യൻ റിലീസ് നിർബന്ധം എന്നൊരു പരിപാടി ബാഹുബലിയിൽ നിന്നാ തുടങ്ങിയത്. അതുപോലെയാണ് ഈ പാർട്ട് 1 പാർട്ട് 2 പരിപാടി. അതും ഒരു ട്രെൻഡായി മാറിയത് ബാഹുബലിയിൽ നിന്നാ. പിന്നീട് വന്ന KGF, കാന്താര, പൊന്നൈൻ സെൽവൻ, സലാർ, കൽക്കി, പുഷ്പ, ദേവര, അതേപോലെ രാമായണ വരെ. അങ്ങനെ ലിസ്റ്റ് അങ്ങ് പോകും. അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ ഒരു വലിയ ഫിലിം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാക്കിയ ബാഹുബലി വീണ്ടും വരാൻ പോകുവാണ്. ദാറ്റ് മീൻസ് റീ റിലീസ്. ബാഹുബലി ദ ബിഗിനിങ്, ബാഹുബലി ടു ദ കൺക്ലൂഷൻ, ഈ 2 പാർട്ടുകൾ ഒന്നിച്ചൊരൊറ്റ പാർട്ട് ആക്കിയ ബാഹുബലിയുടെ ഒരു പുതിയ വെർഷൻ ബാഹുബലി ദ എപ്പിക്. 2 പാർട്ടുകൾ ഒരുമിച്ചായതുകൊണ്ട് തന്നെ എപ്പിക്കിൽ ഒരുപാട് കട്ടുകൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ബാഹുബലി 1-ൽ നിന്നും 2-ൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട ചില ഭാഗങ്ങൾ കൂടി എപ്പിക്കിൽ ഉൾപ്പെടുത്തും. അങ്ങനെ മൊത്തം 3 മണിക്കൂർ 50 മിനിറ്റുമാണ് ബാഹുബലി ദ എപ്പിക്കിന്റെ മുഴുവൻ ദൈർഘ്യം. പടം ഒക്ടോബർ 31-ന് 5 ഭാഷകളിൽ പാൻ ഇന്ത്യൻ റീ റിലീസായി എത്തും.
ഇന്ത്യൻ സിനിമയിൽ തുമ്പാടിനും ഗില്ലിക്കും ശേഷം റീ റിലീസ് റെക്കോർഡുകൾ തകർത്തെറിയാൻ പോകുന്ന ഒരു റീ റിലീസ് ആയിരിക്കും ബാഹുബലിയുടേത്. ടാർഗറ്റ് തന്നെ 50 കോടിക്ക് മുകളിലാണ്. പിന്നെ റീ റിലീസ് റെക്കോർഡിൽ ഒരു പടം കൂടിയുണ്ട്, സനം തേരി കസം, കറുപ്പ്. സൂര്യയുടെ ലീഡിൽ RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് കറുപ്പ്. സിനിമയുടെ അവസാനഘട്ട പരിപാടികളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു, കറുപ്പ് ഈ വർഷം റിലീസ് കാണില്ല, ഇനി അടുത്ത ജനുവരിയിലെ കാണും എന്നൊക്കെ. എന്നാൽ അങ്ങനല്ല, കറുപ്പ് ഈ വർഷം തന്നെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ മ്യൂസിക്കിന്റെ ഭാഗത്ത് നിന്നാണ്. കറുപ്പ് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് തിങ് മ്യൂസിക് ആണ്. ഇതിപ്പോ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. കൂലി, ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ സിനിമയാണ് കൂലി. ഓഗസ്റ്റ് 14 പടം വേൾഡ് വൈഡായി റിലീസ് ആവുന്നത്. ഇനിയും ഒരു മാസം കൂടി. ഇപ്പോ കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. ഒഫീഷ്യലായി അപ്ഡേറ്റ് തന്നിട്ടുള്ളത് ഡയറക്ടർ ലോകേഷ് കനകരാജ് തന്നെയാണ്. ഇനി കൂലി സിനിമയെ കുറിച്ച് പറഞ്ഞാൽ, ലോകേഷ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി സ്ട്രക്ചറുള്ള ഒരു സിനിമയാണ് കൂലി. ഒരു ഹാർബറും അവിടെ നടക്കുന്ന സ്മഗ്ലിങ്ങും വലിയ കാർട്ടലുകളുമാണ് പടത്തിന്റെ ഒരു ബേസ്. ഇമോഷണൽ ഡീറ്റെയിലിങ്ങിലൂടെ പോകുന്ന ഫസ്റ്റ് ഹാഫും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ആക്ഷൻ പാക്ട് സെക്കൻഡ് ഹാഫും ആയിരിക്കും പടത്തിന്റേതെന്ന് ലോകേഷ് ഇപ്പോഴേ ഒരു സൂചന തന്നിട്ടുണ്ട്. ഇനി പടത്തിന്റെ ഡ്യൂറേഷൻ, കൂലി സിനിമ ലോകേഷിന്റെ കഴിഞ്ഞ പടങ്ങളെ അപേക്ഷിച്ച് ഡ്യൂറേഷൻ ഇച്ചിരി കൂടിയ പടമാണ്. കൂലിക്ക് 3 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യം വരുന്നുണ്ട്. അടുത്തത് കൂലിയുടെ ട്രെയിലർ. കൂലി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ഡേറ്റ് ലോകേഷ് ഇപ്പോ പറഞ്ഞിട്ടുണ്ട്. കൂലിയുടെ ട്രെയിലർ ഓഗസ്റ്റ് 2 പുറത്തുവിടും. അടുത്തത് പടത്തിന്റെ ബഡ്ജറ്റ്. ലോകേഷിന്റെ ഇതുവരെയുള്ള പടങ്ങളിൽ കുറച്ചധികം പൈസ ഇറക്കിയ പടമാണ് കൂലി. പടത്തിന്റെ ബഡ്ജറ്റ് ഏതാണ്ട് 400 കോടിക്ക് അടുത്ത് വരുമെന്ന് ഡയറക്ടർ ലോകേഷ് കനകരാജ് തന്നെ ഇപ്പോ ഒഫീഷ്യലായി കൺഫേം ചെയ്തു. LCU, കൂലിയുടെ അപ്ഡേറ്റ് കൂടാതെ ലോകേഷ് കനകരാജ് LCUവിനെ പറ്റിയും കുറച്ച് അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട്. ആദ്യം കൈദി 2. നിലവിലിപ്പോൾ കൈദി 2വിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈദി 2 ആരംഭിച്ചു. ഒക്ടോബർ അല്ലെങ്കിൽ നവംബറോട് കൂടി കൈദി 2വിന്റെ ഷൂട്ടിങ്ങും ആരംഭിക്കും. 2026 തന്നെ റിലീസും ഉണ്ടായിരിക്കും. അടുത്തത് ആഫ്റ്റർ കൈദി 2 ആണ്. കൈദി 2വിന് ശേഷം ലോകേഷ് അടുത്തായി ഡയറക്ട് ചെയ്യുന്നത് ആമിർ ഖാൻ പടമാണ്. ഇതൊരു സൂപ്പർ ഹീറോ പടമാണ്. ഇതുവരെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് അത് ഇരുമ്പ് കൈ മായാവി ആയിരിക്കാനാണ് സാധ്യത. ആമിർ ഖാൻ പടം കഴിഞ്ഞാൽ ലോകേഷിന്റെ ഇമീഡിയറ്റ് നെക്സ്റ്റ് വിക്രം 2 ആണെന്ന് ലോകേഷ് ഇപ്പോ ഒഫീഷ്യലായി കൺഫേം ചെയ്തു. അത് കഴിഞ്ഞ് ഏത് പടമാണെന്ന് കൺഫേം അല്ല, പക്ഷെ ലിസ്റ്റിൽ റോളക്സ് ഉണ്ട്. അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. പിന്നെ ലോകേഷിന്റെ ലിസ്റ്റിൽ അവസാനം കിടക്കുന്ന 2 പടം, ഒന്ന് ലിയോ 2, പിന്നെ മാസ്റ്റർ 2. ഈ 2 പടങ്ങളും നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ് ലോകേഷ് പറയുന്നത്. പക്ഷെ വിജയുടെ കാര്യം ഏതാണ്ട് അറിയാത്തത് കൊണ്ട് അതിന്റെ കാര്യത്തിൽ വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇലക്ഷന് ശേഷം പുള്ളിയുടെ പ്ലാൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ആർക്കും അറിയത്തില്ല. മാസ്റ്റർ 2വിന്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിലും ലിയോയെ വരാൻ പോകുന്ന LCU പടങ്ങളിലൂടെ ലോകേഷ് റെഫറൻസ് കൊടുത്ത് ബൂസ്റ്റ് ചെയ്യും. ഇനി 2026 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ദളപതിയുടെ കമ്പാക്കിനെ പറ്റി അറിയാൻ പറ്റൂ. അതുവരേക്കും ലോകേഷ് ലിയോയെ LCUവിൽ ബാലൻസ് ചെയ്ത് പറ്റൂ.